അങ്ങനെ താഴേക്ക് വന്ന മായ പോലീസിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു തന്റെ ഫ്ളാറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ശേഖർ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആ ചെറിയ സമയത്തിനുള്ളിൽ വിക്രം ശേഖറിനെ കൊല ചെയ്തിരിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മായ ദേവിന്റെ മുന്നിൽ പൊട്ടിക്കരയാണ്, ഭർത്താവിന് നഷ്ടപ്പെട്ട വിഷമത്തിൽ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് ദേവ് ചോദിക്കും, ശേഖർ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടാണോ വരുന്നതെന്ന്. അപ്പൊ അതിന് മായ പറയും, ഇല്ല, തിരക്കുള്ള ദിവസം മാത്രമാണ് ലേറ്റ് ആയിട്ട് വരിക, അല്ലാത്ത ദിവസങ്ങളിൽ നേരത്തെ വരും. അപ്പൊ ദേവ് വാച്ച്മാൻ പറഞ്ഞ സമയം മായയോട് ചോദിക്കുകയാണ്. ശേഖർ 7:30 വന്നു എന്നാണ് വാച്ച്മാൻ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ പറയുന്നു 12 മണിക്കെന്ന്. ഇതിലേതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ഇത് കേട്ട മായ പെട്ടെന്നൊന്ന് തപ്പി തടഞ്ഞിട്ട് പറയും, അത് പിന്നെ 7:30 ശേഖർ വന്നിരുന്നു, എന്തോ പേപ്പർ എടുക്കാൻ വേണ്ടി വന്നതാ, അപ്പൊ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു, പിന്നെ വന്നത് 12 മണിക്കാണ്. ഇത് കേട്ട ദേവ്, നിങ്ങൾക്ക് കള്ളം പറയാൻ പറ്റും, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കള്ളം പറയില്ല. റിപ്പോർട്ട് അനുസരിച്ച് ശേഖർ മരണപ്പെടുന്നത് 8-നും 12-നും ഇടയ്ക്കാണ്. എന്നിട്ട് എങ്ങനെയാണ് 12 മണിക്ക് വന്ന ശേഖർ അത് കഴിഞ്ഞ് മരണപ്പെടുന്നത്? നിങ്ങൾ എന്താണ് മറയ്ക്കുന്നത്? അപ്പൊ മായ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നു എന്നാണോ? അതിന് ദേവ്, നിങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങൾ ആദ്യം തുറന്നു പറയൂ. കൊലയാളി ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഇനി നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും റിപ്പോർട്ട് യഥാർത്ഥ സത്യത്തെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് കൂടുതൽ വിളച്ചിലെടുക്കണ്ടെന്നും പറഞ്ഞ് ദേവ് അവിടുന്ന് എഴുന്നേറ്റ് മാറിപ്പോകുന്നു. ഇത് കഴിഞ്ഞ് ദേവ് തന്റെ കൂടെയുള്ള പോലീസുകാരോട് വിക്രമിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയാണ്, വിക്രമിന്റെ ആദ്യത്തെ ബുക്ക് വളരെ ഹിറ്റായിരുന്നു, വമ്പൻ ഹിറ്റായിരുന്നു, അതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2ാമത്തെ ബുക്ക് അടിത്തറ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ 3ാമത്തെ ബുക്കിലേക്ക് ആർക്കും കാര്യമായ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഈ സമയത്ത് 3ാമത്തെ ബുക്ക് എന്തായാലും ഹിറ്റാക്കണം, എന്നാലേ പുള്ളിക്കാരനൊരു സർവൈവൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഈ 3ാമത്തെ ബുക്ക് സന്ധ്യ എന്ന പെൺകുട്ടിയുടെ പേരിൽ ഇറങ്ങുന്നത്. അത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ പെൺകുട്ടിയുടെ ഐഡന്റിഫിക്കേഷൻ പുറത്തു പോയതുകൊണ്ട് ആ ബുക്ക് വമ്പൻ ഹിറ്റായിരുന്നു. അതുകൊണ്ട് വീണ്ടും പുള്ളിക്ക് തന്റെ പേര് തിരിച്ചു കിട്ടി. ഈ ലീക്കാക്കിയത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പോലീസുകാർ ഏതോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാണ്, ഒരു സാധാരണപ്പെട്ട കപ്പിൾസിന്റെ വീട്ടിലേക്ക്. അവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു, ഈ വിക്രമിന്റെ കേസിനെ പറ്റി അവർക്കെന്തോ ഇൻഫർമേഷൻ പറയാനുണ്ടെന്ന്. ഇത് കേട്ടിട്ടാണ് നമ്മുടെ പോലീസുകാർ ഈ കപ്പിൾസിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഈ കേസിന് ഇൻഫർമേഷൻ കൊടുത്താൽ ഇവരും ഫേമസ് ആകും, TV-കാരൊക്കെ വന്ന് റിപ്പോർട്ട് എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പോലീസുകാരെ വിളിച്ച് പറഞ്ഞത്. ക്യാമറയൊന്നും കാണാത്തോണ്ട് അവർക്ക് ഇത്തിരി സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ ദേവ്, ഇത് ഇന്റർവ്യൂ അല്ല മാഡം, ഇൻഫർമേഷൻ മാത്രമാണ്, അതും രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ വിഷയത്തെ പറ്റി അറിയാവുന്ന കാര്യം എന്താണെന്ന് ചോദിക്കും. അപ്പോഴാണ് ആ കപ്പിള് പറയുന്നത്, ഇവരെ 10th ആനിവേഴ്സറി പ്രമാണിച്ച് ഇവരൊരു വലിയ ഹോട്ടലിൽ മുറിയെടുക്കുന്നു. നമ്മുടെ വിക്രം താമസിച്ചിരുന്ന മുറിക്ക് ഓപ്പോസിറ്റാണ് ഇവർ താമസിച്ചിരുന്നത്. ആ സമയത്ത് ഈ കപ്പിൾസിൽ ഭാര്യയുടെ ഫോട്ടോ ഭർത്താവ് എടുക്കുന്ന നേരം ഓപ്പോസിറ്റ് ഫ്ലാറ്റിലെ വിക്രമും ഭാര്യയും തമ്മിൽ അടി കൂടുന്നത് ഇവർ കണ്ടു. അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ഈ ഇൻഫർമേഷനാണ് അവർ പോലീസിന് കൈമാറുന്നത്. വീഡിയോ കണ്ട ഉടനെ ദേവ് നേരെ വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ആദ്യം എൻ്റെ ഭാര്യ നിങ്ങളുടെ വലിയ ഫാനാണെന്നും പറഞ്ഞ് വിക്രമിന്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കും. ഇന്ന് രാവിലെ ഞാനും ഭാര്യയും തമ്മിൽ ഇതിനെപ്പറ്റി ചൊല്ലി വഴക്കിട്ടു. ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞാൽ ഉറപ്പായും ഒരു വഴക്കടിക്കൽ ഉണ്ടാവുമല്ലോ. നിങ്ങളും അത് ചെയ്യാറില്ലേ? അന്ന് രാത്രി നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചില്ലേ? അതിനെപ്പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ദേവ്. ഇത് കേട്ട് വിക്രം നിശ്ചലനായിട്ടിരിക്കുമ്പോൾ ദേവ് തനിക്ക് കിട്ടിയ ഫൂട്ടേജ് വിക്രമിന് കാണിച്ചു കൊടുക്കും. ഇവർ തമ്മിൽ വഴക്കിടുന്നത്. ഈ വഴക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ദേവ്. വിക്രം പറയും, തന്റെ 3ാമത്തെ പുസ്തകമല്ലേ, ആ പെൺകുട്ടിയുടെ പീഡനത്തെ പറ്റി എഴുതിയ പുസ്തകം, അത് റിലീസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് വിക്രം ഭാര്യയോട് അപേക്ഷിക്കുകയായിരുന്നു. കാരണം ആ പെൺകുട്ടിയുടെ ജീവിതം അതോടെ കഷ്ടത്തിലാവും. എന്നാൽ വിക്രത്തിന്റെ ഭാര്യയാണ് ആ പുസ്തകം ഹിറ്റാവാൻ വേണ്ടി പെൺകുട്ടിയുടെ പേര് ലീക്ക് ചെയ്തത്. എന്നിട്ടിപ്പോ അത് പബ്ലിഷും കൂടെ ചെയ്യാൻ പോകുന്നു. ഇതറിഞ്ഞിട്ട് വിക്രം ഭാര്യയോട് അത് റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. പക്ഷെ ഭാര്യ സമ്മതിക്കില്ല. ആ കമ്പനിയുടെ ഓണർ ഭാര്യയാണ്. അത് വിൽക്കുമ്പോഴുള്ള ലാഭമായിരുന്നു അവളുടെ ലക്ഷ്യം. ഇത് റിലീസാക്കാൻ ശ്രമിച്ചാൽ നീയാണ് പേര് വെളിപ്പെടുത്തിയതെന്ന വിവരം ഞാൻ നാട്ടുകാരോട് പറയുന്ന വിക്രം ഭീഷണിപ്പെടുത്തും. അപ്പൊ ഭാര്യ, അങ്ങനെയെങ്ങാനും താൻ ചെയ്താൽ ഇനി ഒരിക്കലും നീ എഴുതാത്ത രീതിയിൽ ഞാൻ നിന്റെ ഭാവി നശിപ്പിക്കുന്നും പറഞ്ഞ് ഭാര്യയും തിരിച്ച് ഭീഷണിപ്പെടുത്തും. ഇങ്ങനെയാണ് അവർ തമ്മിൽ അന്ന് രാത്രി വഴക്കുണ്ടായത്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ദേവ് ടോയ്ലറ്റിൽ മാസികയും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പെക്ടർ കാതറിന്റെ, വിക്രമിന്റെ ഭാര്യയില്ലേ, അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് വരും. എന്നിട്ട് കാതറിൻ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചിരിക്കുന്നത്, അതൊരു കൊലപാതകമല്ല എന്ന് പറയാണ്. അതോടൊപ്പം നമ്മുടെ ശേഖറിന്റെ തലയ്ക്ക് അടിച്ചിരിക്കുന്നത് ആ ക്യാൻഡിൽ ഹോൾഡർ കൊണ്ട് തന്നെയാണ്. അതിൽ നിന്നും വിക്രമിന്റെ ഫിംഗർ പ്രിന്റും കിട്ടിയിട്ടുണ്ട്. സോ ഭാര്യയുടെ മരണത്തിൽ വിക്രമിന് പങ്കില്ലെങ്കിലും ശേഖറിന്റെ മരണത്തിൽ വിക്രമിന് പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും കുറച്ചുകൂടെ എവിഡൻസുകൾ വേണം. സോ ഇത് കഴിഞ്ഞവര് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ പോയി കാണുകയാണ്. അപ്പോൾ ഡോക്ടർ പറയും, ഈ ശേഖറിന് അത്യാവശ്യം നല്ല പൊക്കമുണ്ട്, ഇത്രയും ഭാരമുള്ള ക്യാൻഡിൽ ഹോൾഡറും ഉണ്ട്, ശേഖറിന്റെ മണ്ടയ്ക്ക് അടിക്കണമെങ്കിൽ അത്യാവശ്യം പൊക്കം വേണം. മാത്രമല്ല തലയിൽ അടിയേറ്റിരിക്കുന്ന മുറിവ്
അതിൻ്റെ ആഴവും സ്ഥാനവും കണ്ടാലറിയാം പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് തലയുടെ നടുഭാഗത്തായിട്ട് അടിക്കാൻ പറ്റില്ല. ഇത് 6 അടിക്ക് മുകളിൽ പൊക്കമുള്ള ആൾ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആ മുറിയുടെ ഒരു ഘടനയുള്ളത്. സോ ഇതിൽ നിന്ന് വ്യക്തമാണ് കൊല ചെയ്തിരിക്കുന്നത് നമ്മുടെ വിക്രം തന്നെയാണ്, അവിടെ മറ്റാരും ഉണ്ടായിട്ടില്ല. പോലീസ് ഈ കാര്യങ്ങളെല്ലാം മീഡിയയോട് പറയും. വിക്രമിനെതിരെ ഒരു കൊലപാതകത്തിനുള്ള സോളിഡായ എല്ലാ എവിഡൻസും കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വിക്രമിനെ റിമാൻഡ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് പോലീസുകാർ വന്ന് വിക്രമിനെയും പിടിച്ചെടുത്തുകൊണ്ട് പോയി ഏതോ സെല്ലിൽ അടയ്ക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ദേവ് മായയുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് കത്തിയ ഫോട്ടോസ് കിട്ടിയില്ലേ, അത് ശരിയാക്കിയോ എന്ന് പോലീസുകാരോട് ചോദിക്കും. അപ്പോൾ പോലീസുകാർ പറയാണ് അതിൻ്റെ ഒറിജിനൽ പ്രിന്റ് തന്നെ ഏതോ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കയ്യിലുണ്ടെന്ന്. ആ ഫോട്ടോസുമായി ഡിറ്റക്റ്റീവ് അടുത്ത ദിവസം വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ പിറ്റേന്ന് ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഈ കത്തിക്കരിഞ്ഞ ഫോട്ടോസിൻ്റെ ഒറിജിനലുമായിട്ട് നമ്മുടെ ദേവിനെ വന്ന് കാണാം. അത് കിട്ടിയ ഉടനെ പോലീസുകാർ ഏതോ ഒരു പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അയാളൊരു ലോയർ ആയതുകൊണ്ട് നിങ്ങളോട് ആര് പറഞ്ഞു അകത്തേക്ക് കിടക്കാൻ, വാറണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ പോലീസുകാരെ ചീത്ത പറയും. ഇയാളെ ഇതിനു മുന്നേ ദേവ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവ് പുള്ളിയെ സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് വരികയാണ്. അയാൾ ഞാൻ ഇപ്പം തന്നെ കംപ്ലൈൻറ്റ് ചെയ്യും, ആവശ്യമില്ലാതെ എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പം ദേവ് പുള്ളിക്കാരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം മായനെ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ടുവന്നില്ലേ, നിങ്ങളും മായും തമ്മിൽ എന്താണ് ബന്ധം? അപ്പം അയാൾ പറയാണ്, ഞാൻ മായയുടെ ഒരു ഫ്രണ്ടാണ്, ഒരു ഫ്രണ്ടിന് മറ്റേ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ലേ, അതൊരു തെറ്റാണോ? അപ്പം ദേവ് ഉടനെ ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാം എടുത്ത് കാണിച്ചിട്ട് നിങ്ങളുടെ സൗഹൃദം എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഈ ഫോട്ടോസിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കും. അപ്പം അയാൾ ഒരക്ഷരവും മിണ്ടുന്നില്ല. ദേവ് ഉടനെ ഈ ഫോട്ടോസ് നമ്മുടെ മായയ്ക്ക് കൊണ്ടുപോയി കാണിച്ചിട്ട് ഇതിനെന്താണ് അർത്ഥം എന്ന് ചോദിക്കുകയാണ്. അപ്പം മായ അവൾ ഇതുവരെ പറയാത്ത മറച്ചു വെച്ചിരുന്ന തൻ്റെ മറ്റൊരു കഥ പറയുകയാണ്. ശേഖർ എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കില്ലായിരുന്നു, എൻ്റെ വിഷമങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ വളരെ ലോൺലി ആയിരുന്നു. ആ സമയത്താണ് ശേഖറിൻ്റെ ഈ സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ചിരാഗ് എന്നാണ് അവൻ്റെ പേര്. ചിരാഗ് എന്നെ മനസ്സിലാക്കി, എൻ്റെ വിഷമങ്ങൾ ഞാൻ അവനുമായിട്ടാണ് പങ്കുവെച്ചത്. അങ്ങനെ പങ്കുവെച്ച് അതങ്ങനെ മുറുകി ബന്ധത്തിലായി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എനിക്ക് മിണ്ടാൻ പോലൊരു കൂട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചിരാഗിനെ സ്നേഹിച്ചു പോയത്. ദേവ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് നേരെ ചിരാഗിൻ്റെ അടുത്ത് വന്ന് ശേഖർ മരിക്കുന്ന ദിവസം നീയും മായയും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നോ എന്ന് ചോദിക്കും. അപ്പം ചിരാഗ് ഇല്ല എന്നാണ് പറയുക. ഇത് കേട്ട ദേവ്, പിന്നെങ്ങനെയാണ് നിന്റെ ബ്ലഡ് സാമ്പിൾസ് മായയുടെ വീട്ടിൽ നിന്ന് അന്നേ ദിവസം കണ്ടുകിട്ടിയത് എന്ന് ചോദിക്കും. അപ്പം ചിരാഗിന് ഇനി വേറെ ഓപ്ഷനില്ല, സത്യം പറഞ്ഞു തീരും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇന്റിമേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചിരാഗ് പറയും, നമുക്കിത് നിർത്താം, ശേഖറിന് നമ്മളെക്കുറിച്ച് അറിയുമെന്നുള്ള ഒരു പേടി എനിക്കുണ്ട്, ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും വലിയ കുഴപ്പമാണ്. ഇത് കേട്ട മായ, ഇല്ല ഒരിക്കലും ശേഖർ ഇത് അറിയുന്നില്ല, അവനൊരു സംശയവുമില്ല, നീ ഇങ്ങനെ ഭയപ്പെടല്ലേ എന്നും പറഞ്ഞ് വീണ്ടും അവർ കെട്ടിപ്പിടിച്ച് കുച്ചിപ്പൊടി കളിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് വാതിൽ തുറന്ന് ശേഖർ അങ്ങോട്ട് കടന്നു വരും. ഇവരപ്പോൾ ഒന്നും സംഭവിക്കാത്ത മാതിരി മാറിയിരുന്ന് ഞങ്ങൾ നിന്നെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ വരാൻ വേണ്ടി ചിരാഗ് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ ഉടനെ ശേഖർ, നിങ്ങൾ തമ്മിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെന്നും പറഞ്ഞ് ആ ഫോട്ടോസ് എടുത്ത് കാണിക്കുകയാണ്. സോ ശേഖറാണ് ഏതോ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ച് ചിരാഗും മായയും തമ്മിൽ ബന്ധമുള്ള ഫോട്ടോസ് എടുപ്പിച്ചത്. ഇപ്പൊ കെട്ടിയോനും കാമുകനും തമ്മിൽ പൊരിഞ്ഞാടി. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ടേബിൾ പൊട്ടുന്നത്. അങ്ങനെയാണ് ചിരാഗിന്റെ കുറച്ച് ബ്ലഡ് ഈ ഫ്ലാറ്റിനകത്തേക്ക് വീഴുന്നത്. സീൻ കൂടുതൽ മോശമാക്കണ്ടെന്ന് വെച്ചിട്ട് കിട്ടിയ അടിയും വാങ്ങിച്ച് ഞാൻ അവിടുന്ന് അപ്പം തന്നെ പോയി എന്ന് ചിരാഗ് പറയും. പിന്നെ മായേനെ വിളിച്ചപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സംശയപ്പെട്ട് ഞാൻ ഒന്നുകൂടെ ചെന്നപ്പം അവൾ എന്നെ അകത്തേക്ക് കയറ്റിയില്ല, തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട ദേവ് ഇത് കഴിഞ്ഞ് മായയുടെ അടുത്ത് വന്ന് അവളെ ചോദ്യം ചെയ്യാം. അപ്പോൾ മായ പറയും, വിക്രം വീടിനകത്ത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചിരാഗിനെ പറഞ്ഞു വിട്ടത്, വിക്രം എന്നെ പേടിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടേന്ന് പറയും. സോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അതിലെന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവ് ഇത് കഴിഞ്ഞ് നമ്മുടെ വിക്രമിനെ കാണാൻ പോവാ. അവൻ്റെ കഥയുടെ കുറച്ചുകൂടെ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ വിക്രം കഥ പറഞ്ഞു തുടങ്ങും. അവൻ്റെ കഥയിൽ ഇവർ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു കഴിയുന്ന സമയത്ത് ആരോ കോളിംഗ് ബെല്ല് അടിച്ച് അകത്തേക്ക് വരുന്നുണ്ട്. അതാണ് ശേഖർ എന്നും പറഞ്ഞ് മായ അയാളെ പരിചയപ്പെടുത്തി. പുള്ളി വക്കീലാണ്, നിങ്ങളെ സഹായിക്കുമെന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് അപ്പം തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇത് കേട്ട ദേവ്, ഇയാളെയാണോ മായ തനിക്ക് കാണിച്ചു തന്നതെന്ന് ചോദിച്ചിട്ട് ചിരാഗിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഉടനെ വിക്രം പറയാണ്, അതെ ഇയാളെ തന്നെയാണ് സ്വന്തം ഭർത്താവെന്ന് പറഞ്ഞ് മായ പരിചയപ്പെടുത്തിയത്. ഇനി ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ചിരാഗിനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് തിരിച്ച് ഹാളിലേക്ക് നടന്നു പോകുന്ന വിക്രം അവന്റെ കൈ തട്ടി അറിയാതെ ടേബിളിൽ ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് ഓണാവും. അതിൽ മായയെയും അവളുടെ യഥാർത്ഥ ഭർത്താവിന്റെയും ഫോട്ടോ ഇവൻ കണ്ട് ഞെട്ടി നിൽക്കുക. അപ്പൊ ഇവർ പറയുന്നത് കള്ളാന്ന് അവന് മനസ്സിലാകും. ഇതവൻ മനസ്സിലാക്കിയ ഉടനെ ചിരാഗ് പിറകെ വന്ന് വിക്രമിന്റെ മണ്ടയിലേക്ക് ഒരൊറ്റാടി. അതോടെ വിക്രമിന്റെ ബോധം പോകുന്നു. പിന്നെ ചെറിയ ബോധം വരുന്ന സമയത്ത് ഈ മായയും ചിരാഗും കൂടി ശേഖറിന്റെ ബോഡി അവളെ ബെഡ്റൂമിൽ നിന്ന് വലിച്ചുകൊണ്ട് വന്ന് തന്റെ അടുത്തിടുന്നാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ് ചിരാഗ് മായയോട് താഴെ ചെന്ന് പോലീസിനെ വിളിച്ചുകൊണ്ടുവരാൻ പറയും. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവാണ് ആരും കാണാതെ. പിന്നെ വിക്രം പൂർണ്ണബോധം വന്ന് എഴുന്നേൽക്കുന്ന സമയം പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞു.
പോലീസ് കാണുമ്പോൾ അവനാണ് കൊലയാളി. ഇത്രയും കേട്ട് കഴിഞ്ഞ ദേവ്, നമ്മുടെ പോലീസുകാരൻ, ഇൻസ്പെക്ടറോട് ഈ കേസിനെ പറ്റി സംസാരിക്കുക, അതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച്. നമുക്കിപ്പോൾ ഉള്ളത് ടൈം പീരീഡാണ്. 7:30 കഴിഞ്ഞ് ശേഖർ പോയിട്ടില്ലെങ്കിൽ മായയും ചിരാഗും ചേർന്നിട്ടായിരിക്കും അയാളെ കൊന്നിട്ടുണ്ടാവുക. 7:30 കഴിഞ്ഞ് പോയി 12 മണിക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ വിക്രം തന്നെയായിരിക്കും കൊന്നിട്ടുണ്ടാവുക. ഇതാണ് ഈ കേസിൽ ടൈം പോസിബിലിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ തന്റെ ഷൂവിലെ ചെളി ദേവ് തുടച്ചുകൊണ്ടിരിക്കുമ്പം ആൾക്കൊരു കാര്യം കത്തും. ഈ ടൈം പീരീഡ് തെളിയിക്കാൻ വേണ്ടി ഒരു സംഭവമുണ്ട്. ശേഖർ മരിച്ചന്ന് രാത്രി പുലരുവോളം മഴ പെയ്തിരുന്നു. അന്ന് 11 മണി കഴിഞ്ഞിട്ടാണ് മഴ പെയ്തതെന്ന് അവിടുത്തെ ലേഡി കോൺസ്റ്റബിൾ പറഞ്ഞിട്ടുണ്ട്. സോ 12 മണിക്കാണ് ശേഖർ വന്നതെങ്കിൽ അയാളുടെ ഷൂവിൽ ചെളി ഉണ്ടാവും. കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന വഴിയുള്ള ചെളി അയാളുടെ ഷൂവിൽ ഉറപ്പായിട്ടുണ്ടാവും. അതിന് മുന്നേ വന്നതാണെങ്കിൽ ചെളി ഉണ്ടാവാൻ സാധ്യതയില്ല. ദേവ് ഓടിച്ചെന്ന് ഈ മരിച്ച ശേഖറിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പരിശോധിക്കുക. അതിന് ഷൂ കിട്ടുമ്പം അത് വളരെ ക്ലീൻ ആയിരിക്കുന്നു. സോ 7:30 തന്നെയാണ് ശേഖർ വന്നിരിക്കുന്നത്. പിന്നെ അയാൾ തിരികെ പോയിട്ടില്ല. ഇത് വ്യക്തമായ ഉടനെ അടുത്ത സീനിൽ മായേനെയും ചിരാഗിനെയും പോലീസ് അറസ്റ്റ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ ദേവ് കണ്ടുപിടിച്ച യഥാർത്ഥ കഥ അയാൾ പറയുന്നത്. മായയും ചിരാഗും തമ്മിലുള്ള ഇന്റിമേറ്റ് ഫോട്ടോസ് ഇല്ലേ, അത് കത്തിച്ച് വേസ്റ്റ് ബിന്നിൽ ഇടുമ്പോഴാണ് വിക്രം വരുന്നത്. വിക്രം ഓടി രക്ഷപ്പെടാൻ വേണ്ടി അവിടേക്ക് എത്തിപ്പെട്ടതായിരുന്നു. വിക്രം ഒരു പോലീസ് കേസിൽ പെട്ടിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്ന് മനസ്സിലാക്കിയ മായ തന്റെ ഭർത്താവിനെ കൊന്ന കേസും കൂടെ അവന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിച്ചത്. ഈ കഥയെല്ലാം ക്ലിയറായി ദേവ് തന്റെ സീനിയേഴ്സിന് പറഞ്ഞു കൊടുക്കും വിത്ത് എവിഡൻസോടെ. സോ എല്ലാം തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി വിക്രമിനെ റിലീസ് ചെയ്യാം. ദേവ് നേരെ വിക്രമിനെ ചെന്ന് കണ്ടിട്ട് ഉണ്ടായ കുഴപ്പങ്ങൾക്കെല്ലാം സോറി ചോദിക്കും. എന്നിട്ട് എത്രയും പെട്ടെന്ന് റിലീസ് ആവാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തു തീർക്കാന്ന് പറയും. വിക്രം ദേവിനോട് നന്ദി പറയുന്നു. എല്ലാം ചെയ്ത് മായയും ചിരാഗുമാണ്, അവര് നിങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചാണെന്ന് ദേവ് പറയുന്നു. ഇത് കഴിഞ്ഞ് ദേവ് ഇറങ്ങിപ്പോകാൻ നേരം വിക്രം പറയും, സർ യഥാർത്ഥത്തിൽ എന്റെ ഭാര്യയെ ഞാൻ തന്നെയാണ് കൊന്നത്. ഇത് കേട്ട് ദേവ് ഞെട്ടുകയാണ്. അപ്പൊ വിക്രം തുടർന്ന് പറയും, അന്ന് രാത്രി അവൾ ഒറ്റയ്ക്കാക്കി പോകാൻ പാടില്ലായിരുന്നു. അവൾക്ക് രോഗമുള്ളത് എനിക്കറിയാം. എന്നിട്ടും ഞാൻ അവൾ ഒറ്റയ്ക്കാക്കി പോകാൻ പാടില്ലായിരുന്നു. ഞാൻ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എനിക്ക് അവൾ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് വിക്രം കരയാണ്. അപ്പൊ ദേവ് വിക്രമിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തന്റെ അനിയൻ മരിച്ച കഥ പറയും. അനിയന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴും അവന്റെ ആഗ്രഹം പ്രമാണിച്ച് ചേട്ടൻ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു. ആ ബൈക്കിൽ പോയപ്പോഴാണ് ആക്സിഡന്റായി അനിയൻ മരണപ്പെടുന്നു. സോ താൻ കാരണമാണ് അനിയൻ മരണപ്പെട്ടതെന്നും പറഞ്ഞ് ഒരുപാട് കാലം പോലീസ് ഹീറോ തന്നെ സ്വയം കുറ്റപ്പെടുത്തിയിരുന്നു. എന്നിട്ട് മെല്ലെ മെല്ലെയാണ് റിക്കവർ ആയത്. അതുപോലെ നിങ്ങൾ ചെയ്യരുത്. സ്വയം കുറ്റപ്പെടുത്തിയാൽ ആ വേദനയിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് വിചാരിക്കുന്നത് മാറ്റിവെച്ച് ഇത് വിധിയാണെന്നും പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കൂ. അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നും പറഞ്ഞ് ദേവ് വിക്രമിനെ ആശ്വസിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് വിക്രം റിലീസാകും. പിന്നെ ഭാര്യയുടെ മരണച്ചടങ്ങൊക്കെ എല്ലാം തീർത്ത് പുള്ളി UK തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ദേവ് നമ്മുടെ വിക്രം അവസാനം റിലീസ് ചെയ്തൊരു പുസ്തകമില്ലേ, അത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭാര്യ വന്ന്, ഈ കഥ നല്ല രസമാണ്, ഈ കഥ കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാൻ വരുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ എൻഡിങ്ങും പറയുന്നു പറഞ്ഞിട്ട് ആ കഥയിലെ എൻഡിങ് പെട്ടെന്ന് പറഞ്ഞ് പൊട്ടിച്ചു കളയും. സംഭവം അതിലെ ഹീറോ ഡ്രഗ് ഓവർഡോസ് കാരണം മരണപ്പെടുന്നു. അതാണ് അതിന്റെ ക്ലൈമാക്സ്. ഇത് കേൾക്കുമ്പം ദേവിനൊരു സംശയം തോന്നും. പുള്ളി ഉടനെ ഫോറൻസിക് സർജന്റെ അടുത്ത് ചെന്ന് കാതറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓവർഡോസ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറയും, ഇല്ല ഓവർഡോസ് അല്ല, ഞാൻ ചെക്ക് ചെയ്തിരുന്നു, നാച്ചുറൽ കോസസ് കൊണ്ട് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിരിക്കണതെന്ന് തർപ്പിച്ച് പറയാണ്. അപ്പൊ ദേവ് ചോദിക്കും, ആ കാതറിൻ യൂസ് ചെയ്തിരുന്ന മരുന്നില്ലേ, അതെന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? ആ മരുന്ന് ജെനറ്റിക് ഹാർട്ട് ഡിസോർഡറിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഓവർഡോസായി യൂസ് ചെയ്താൽ കുഴപ്പമുണ്ട്. പക്ഷേ കാതറിൻ അത് ഓവർഡോസായി എടുത്തിട്ടില്ല. കാരണം ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ദിവസം ആ ബില്ലിലുണ്ടാവുമല്ലോ, അതും കുപ്പിക്കകത്ത് ബാക്കിയുള്ള മരുന്നും തമ്മിലുള്ള കണക്ക് നോക്കുമ്പോൾ കൂടുതൽ മരുന്ന് കുറഞ്ഞിട്ടില്ല. സോ കാതറിൻ ഓവർഡോസ് എടുത്തിട്ടില്ല എന്നാണ് സാരം. എന്താ പറ്റിയത്, ഇപ്പം ഇങ്ങനെ ഒരു സംശയം വരാനെന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. ദേവ് പറയും, സോറി, ഞാൻ വിക്രമിന്റെ പുസ്തകം വായിച്ചപ്പം എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ട് ചോദിച്ചതാ, എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഇതും പറഞ്ഞ് പുള്ളി പോവാൻ നിൽക്കുക. ആ സമയത്ത് കൈ തട്ടി ഈ പിൽസ് എല്ലാം ടേബിളിലേക്ക് മറിഞ്ഞു വീഴുക. അപ്പൊ അതിലെ ഒരു പില്ലെടുത്ത് ദേവ് തുറന്നു നോക്കും. അതിലെ പൊടി ടേബിളിലേക്ക് തട്ടുമ്പോൾ ഡോക്ടർ പറയാണ്, ഈ പില്ലിനകത്ത് നോർമൽ ഡോസിനേക്കാൾ 3 ഇരട്ടി മരുന്നുണ്ടെന്ന്. അതായത് ഓരോ പില്ലിലും ആരോ കൂടുതലായി മരുന്നുകൾ നിറച്ചിട്ടുണ്ട്. ഈ സമയത്ത് അപ്പുറത്ത് വിക്രമിനെ കാണിക്കുമ്പം പുള്ളി ഒരു മെഡിക്കൽ ബില്ലെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സോ യഥാർത്ഥത്തിൽ വിക്രമിന്റെ ഭാര്യയുടെ മരണത്തിന് കാരണം വിക്രം തന്നെയാണ്. അവനാണ് ഇങ്ങനെ ഡോസ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ ദേവ് ഉടനെ കാറും എടുത്ത് എയർപോർട്ടിലേക്ക് പോവാ. വിക്രം അധികം വൈകാതെ UK പറക്കാൻ പോവാണ്. എങ്ങനെയെങ്കിലും അവനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ദേവ് എയർപോർട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഫ്ലൈറ്റ് എടുക്കേണ്ട സമയമായി അവർ സ്റ്റോപ്പ് ചെയ്യുമെന്നറിയില്ല.
ഇനിയാണ് റിയാലിറ്റിയിൽ എന്താ സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ വിക്രം തന്നെയാണ് ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി സന്ധ്യയുടെ പേര് ലീക്ക് ചെയ്ത് അവന്റെ പുസ്തകം വിജയിക്കാൻ വേണ്ടി. ഇതറിഞ്ഞ കാതറിൻ ആ പെൺകുട്ടിയുടെ മാനം കളയരുതെന്നും പറഞ്ഞ് ബുക്ക് ലോഞ്ച് ചെയ്യുന്നത് തടഞ്ഞു. ഇനി ബുക്ക് ലോഞ്ച് ചെയ്താൽ അവൾ ലീഗലായി മൂവ് ചെയ്ത് ഈ പേര് ലീക്കാക്കിയത് വിക്രമാണെന്ന് പറഞ്ഞിട്ട് പോലീസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. സോ തന്റെ പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിക്രം പ്ലാൻ ചെയ്ത് ഭാര്യയെ കൊലപ്പെടുത്തുന്നു. ഭാര്യ മരിച്ചു കഴിഞ്ഞ് വിക്രം പോലീസിന് വിവരം അറിയിച്ചിട്ടാണ് കാതറിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് അയച്ചത് ശേഖർ ആയിരുന്നു. കാതറിന്റെ വക്കീലാണ് ശേഖർ. ഇതാർക്കും അറിയില്ല. കാതറിനും ശേഖറും കൂടെ ചേർന്ന് ഈ വിക്രമിന്റെ കാര്യം ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഭാര്യ മരിച്ചാലും ആ കേസ് നടക്കുമെന്ന് മനസ്സിലാക്കിയ വിക്രം ഇതറിഞ്ഞ ഉടനെ പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെട്ട് ശേഖറിന്റെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു. ആ കേസിന് ആസ്പദമായ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഫ്ലാറ്റിൽ ചെന്ന് ഡോക്യുമെന്റ്സുകൾ തിരയുന്ന സമയത്താണ് മായയുടെ അഫെയറിനെ പറ്റി മനസ്സിലാക്കുന്നത്. ആ ഇന്റിമേറ്റ് ഫോട്ടോസൊക്കെ കാണുന്നു. സോ ശേഖറിനെ കൊന്നാൽ ഈ അഫെയർ കാണിച്ച് അതുകൊണ്ടാണ് മായയും കാമുകനും ചേർന്ന് ശേഖറിനെ കൊന്നേന്നും പറഞ്ഞ് അവരുടെ തലയിലേക്ക് ഈ കേസ് കെട്ടിവെക്കാം. അങ്ങനെ ശേഖറിനെയും വിക്രം വകവരുത്തുന്നു. ഇവന്റെ കേസ് ഫയലുകൾ കത്തിച്ച് ഒപ്പം പോലീസുകാർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ പാതി കത്തിയ അവസ്ഥയിൽ ആ ഇന്റിമേറ്റ് ഫോട്ടോസ് അവിടെ ഇടുന്നു. എന്നിട്ട് ഈ ശേഖറിന്റെ ഷൂസിൽ ചെളി ഉണ്ടായിരുന്നില്ലല്ലോ, അത് യഥാർത്ഥത്തിൽ വിക്രം തുടച്ച് നീക്കാണ് ചെയ്തിരുന്നത്. ശേഖർ 7:30 പോയിട്ട് രാത്രി 12 മണിക്ക് വീണ്ടും വന്നിരുന്നു. അപ്പോഴുണ്ടായ കാലിലെ ചെളി വിക്രം തുടച്ച് നീക്കാണ് ചെയ്തിരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി ദേവ് എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വിക്രമിന്റെ ഫ്ലൈറ്റ് UK പറന്നു കഴിഞ്ഞു. ഇതിൽ കാതറിന്റെ ബോഡി കത്തിച്ചത് കാരണം പോലീസിന് അവസാനമുള്ള എവിഡൻസും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിനൊക്കെ ദേവിനോട് വിക്രം ഫോണിൽ വിളിച്ച് നന്ദി പറയാണ്. താൻ ഒരുപാട് സ്ലോ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നും പറഞ്ഞ് വിക്രം ദേവിനെ കളിയാക്കുകയാണ്. ദേവിനൊന്നും ചെയ്യാൻ പറ്റാതെ ആ ഫ്ലൈറ്റും പോകുന്ന കണ്ട് അങ്ങേര് പകച്ചു നിൽക്കുകയാണ്. ഈ കഥയിൽ അങ്ങനെ വില്ലൻ രക്ഷപ്പെടുന്നതായിട്ടാണ് ഇതിന്റെ ക്ലൈമാക്സ് കാണിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്രയും വിവരമുള്ള ദേവ് ഒരുപക്ഷെ അങ്ങനെ ഇങ്ങനെയൊക്കെ വളഞ്ഞു പിടിച്ച് പുതിയ എവിഡൻസുകൾ കണ്ടുപിടിക്കുമായിരിക്കാം. അങ്ങനെ ചെയ്താലും ഇനി വിക്രം നാട്ടിലേക്ക് വരുമ്പോഴേ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അജ്ഞാതനം പറഞ്ഞു വിട്ടവനെ പിടിക്കണം. എന്തായാലും ഇത്തിഫാക്ക് എന്ന ഈ സിനിമ അവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ഒരു സ്നേഹമുള്ള പെൺകുട്ടിയാണ് ഈ സിനിമയുടെ കഥ എനിക്ക് അയച്ചു തന്നത്. ഒരുപക്ഷെ അയച്ചു തന്നാലെങ്കിലും ഒരു വീഡിയോ ചെയ്യടാൻ മരക്കഴുതേ എന്നായിരിക്കും അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ കുട്ടിക്ക് ഒരു നന്ദി പറയുന്നു. ഇതുപോലുള്ള പുതിയ കഥ എഴുത്തുകാരെ ഞാൻ സ്വാഗതം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, until then, it's bye from Uru Kadasurattumas.